എല്ലാ പ്രേക്ഷകർക്കും, പ്രത്യേകിച്ച് UK-യിലുള്ള എല്ലാ NRI മലയാളികൾക്കും എൻ്റെ സ്നേഹാശംസകൾ. ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ എന്ന് പറയുമ്പോൾ എനിക്ക് വളരെ ഇഷ്ടമാണ് പാട്ടുകൾ പാടുന്നത്. ശരിക്കും പറഞ്ഞാൽ അഫ്സൽ എന്നൊരു സിംഗറുടെ വോയിസ് ഒരു സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്യുന്നത് ക്രിസ്തീയ ഭക്തിഗാനം പാടിക്കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒട്ടേറെ പാട്ടുകൾ പാടാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ ഒട്ടേറെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ജെർസൺ ആൻ്റണി, അതേപോലെ തന്നെ എൻ്റെ പ്രിയ സുഹൃത്ത് ലിറിക്സ് റൈറ്ററായിട്ടുള്ള റോയ് കാഞ്ഞിരക്കാനം. ഇവരുടെ വർക്കാണ് ഞാൻ ഒട്ടുമിക്കപ്പോഴും പാടിയിട്ടുള്ളത്. പല സമയങ്ങളിലായിട്ട് ഞാൻ പാടിയിട്ടുണ്ട്. എന്തായാലും അവരുടെ തന്നെ സൃഷ്ടിയിൽപ്പെട്ട ഒരു വർക്ക് ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. അതിൽ എനിക്ക് പാടാനുള്ള അവസരം വീണ്ടും എനിക്ക് അവർ തന്നിരിക്കുകയാണ്. വളരെയേറെ സന്തോഷമുണ്ട്. ഈ വർക്കിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NRIകളായിട്ടുള്ള കുറേ കലാകാരന്മാർ UK-യിലുണ്ട്. അവരുടെ പാട്ടുകളും അതേപോലെ തന്നെ അവിടെയുള്ള ഗായകരും ഇപ്പോൾ ഇവിടെയുള്ള ഗായകരും എല്ലാവരും ഒത്തുചേർന്നൊരു നല്ലൊരു ഗ്രൂപ്പ് വർക്കാണ് ഈ വർക്കിൻ്റെ ഒരു പ്രത്യേകത. തീർച്ചയായിട്ടും ഈ ക്രിസ്മസിന് നിങ്ങൾക്ക് നല്ല ഒരു ഗാനവിരുന്ന് ഈ വർക്കിലൂടെ നിങ്ങൾക്ക് നൽകാൻ സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ. നമസ്കാരം. എൻ്റെ പേര് ജെർസൺ ആൻ്റണി. ക്രിസ്ത്യൻ ഡിവോഷണൽ സംഗീതമാണ് ഞാൻ അധികം കൂടുതൽ ചെയ്തിരിക്കുന്നത്. തരങ്ങിണിക്ക് വേണ്ടിയിട്ടും ചിത്രയുടെ കാസറ്റ് കമ്പനിക്ക് വേണ്ടിയിട്ടൊക്കെ വളരെയധികം പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. എന്നോടൊപ്പം മിസ്റ്റർ റോയ് കാഞ്ഞിരത്താനം, അദ്ദേഹം കുറേ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് ഇപ്പോഴത്തെ ഈ പുതിയ സംരംഭമായ ഈ CD വർക്ക്. ഇതിലൊരു 5 ഗാനം ഞാൻ ചെയ്തിട്ടുണ്ട്, മ്യൂസിക് ചെയ്തിട്ടുണ്ട്. വളരെ നന്നായിട്ടൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനം ഞങ്ങളിലൂടെ എന്നും ഉണ്ടായിരിക്കണം. UK-യിലുള്ള എല്ലാ NRI മലയാളികൾക്കും എൻ്റെ ആശംസ. വിശ്വാസനേത്രം തുറന്നൊന്നു നോക്കൂ, വിശ്വാസമോടെ വിളിക്കൂ. വിശ്വാസനേത്രം തുറന്നൊന്നു നോക്കൂ, വിശ്വാസമോടെ വിളിക്കൂ. UK-യിലുള്ള മലയാളികൾക്ക് വേണ്ടി ഒരു മ്യൂസിക് ആൽബം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് NRI മലയാളി ടീം എന്നെ സമീപിച്ചപ്പോൾ ഞാനൊരു സജഷൻ മുന്നോട്ട് വെച്ചു. UK-യിലുള്ള നിരവധി കലാകാരന്മാർ പലപ്പോഴും അവസരം ലഭിക്കാതെ പോകുന്ന അവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ആൽബം ചെയ്താലോ എന്നുള്ള സജഷൻ വെച്ചപ്പോൾ അതൊരു നല്ല ഐഡിയ ആയി തോന്നുകയും അതിനുവേണ്ടി എല്ലാ സഹകരണങ്ങളും ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ മുന്നോട്ട് വരികയും ചെയ്തു. ഈ ആൽബത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ UK-യിലുള്ള എഴുതാൻ കഴിവുള്ളവരും മ്യൂസിക് ചെയ്യാൻ കഴിവുള്ളവരും പാടാൻ കഴിവുള്ളവരുമായ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട്, അതുപോലെ തന്നെ കേരളത്തിലെ പ്രശസ്തരായ ഗായകരെയും സംഗീത സംവിധായകരെയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്ത ഒരു വളരെ വെറൈറ്റിയാർന്ന പാട്ടുകളുള്ള ഒരു മ്യൂസിക്കൽ ആൽബമാണിത്. ഇതിലെ 5 ഗാനങ്ങൾ ഞാനാണ് എഴുതിയിരിക്കുന്നത്. ജെർസൺ ആൻ്റണിയാണ് ഇതിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ജെർസൺ ചേട്ടനും ഞാനോട് കൂടി ഏതാണ്ട് 100ഓളം പാട്ടുകൾ കമ്പോസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിനോട് വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്വാതന്ത്ര്യം ഒരു പ്രത്യേക ഒരു അനുഭവം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇതിലെ പാട്ടുകൾ കമ്പോസ് ചെയ്ത് നമ്മുടെ UK-യിലുള്ള ബിജു, സോണി, പാട്ട് എഴുതിയിരിക്കുന്നത് കനേഷ്യസ്, ജോഷി, അങ്ങനെ പുതിയ പലരും, അതുപോലെ ജർമ്മനിയിലുള്ള ശ്രീ ജോസ് കുമ്പിളുവേലി, ഇങ്ങനെ ഒരുപാട് പേരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ കാസറ്റ് നമ്മൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇതിലെ ഗാനങ്ങളെല്ലാം വളരെ മനോഹരവും ഭക്തിപൂർണവുമാണ്. എല്ലാവരും ഇതുമായി സഹകരിച്ച് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. വിശ്വാസനേത്രം തുറന്നൊന്നു നോക്കൂ, വിശ്വാസമോടെ വിളിക്കൂ. വിശ്വം നയിക്കുന്ന സ്വർലോകനാഥൻ വിശ്വസ്തനായി നിന്റെ കൂടെ വരും.